മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സ്. ഇനിയെല്ലാം 100% എന്നുള്ള അവരുടെ ലോഗോ പോലെ തന്നെ ഒരു 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഇഷ്ടപ്പെടുത്താൻ പറ്റിയ ഒരു എപ്പിസോഡുമായിട്ട് ഞാനിതാ വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം റിമി ടോമി ആൻഡ് യുവർ ടീം. നന്ദി, നമസ്കാരം. ഇന്ന് റിമി ടോമി അല്ല പരിപാടി അവതരിപ്പിക്കുന്നത്, ഇന്ന് ഞാനാണ്. ചില കലണ്ടറിലൊക്കെ ദേവിമാരിയിരിക്കുന്നു. വിളിപ്പേര് തന്നെ ചക്കരക്കുട്ടി എന്നല്ലേ, ചക്ക എന്നാണോ? പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറി ഇങ്ങനെ ഹഗ് ചെയ്യുന്നു ഒക്കെ അങ്ങോട്ടാ. യൂട്യൂബിൽ കാണാൻ വേണ്ടിയാ. ഞാൻ നിങ്ങൾക്കൊരു പഞ്ചാര ഉമ്മ തരുന്നതായിരിക്കും. പരിപാടി കഴിഞ്ഞിട്ട് മതി. ഒത്തിരി നന്ദി പറയണം. കാരണം എപ്പോഴും വിചാരിക്കും എല്ലാ എപ്പിസോഡും ഇങ്ങനെ നന്ദി പറയണമെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക, കടപ്പാട് സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. നല്ലൊരു മനുഷ്യന്റെ ഒരു സ്വഭാവത്തിന്റെ ലക്ഷണമാണ്. ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ നന്ദി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആണെന്ന് തന്നെ കൂട്ടിക്കോ. കാരണം നന്ദി പറഞ്ഞ് നമ്മൾ ശീലിക്കണം. കൊച്ചിലോട്ട് അമ്മ അങ്ങനെ വളർത്തിയത് കൊണ്ടാണ്. ആദ്യം തന്നെ നന്ദി പറയുന്നു. ഓർക്കസ്ട്ര ടീമിന് നല്ല ഗംഭീര ഒരു കൈയടി കൊടുക്കുക. പല ഗസ്റ്റുകളും വിളിക്കുമ്പോൾ ഒന്ന് മടിക്കുന്ന ഗസ്റ്റുകൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മസിൽ പിടുത്തമുള്ള ഗസ്റ്റുകൾക്ക് മാത്രം ഇവിടെ വരാൻ ഒരു നിർവാഹമല്ല. വന്നിട്ട് അങ്ങനെയുള്ളവർ വരരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുള്ളൂ. കാരണം ഏറ്റവും ഫ്രീ ആയിട്ട് റിലാക്സ് ആയിട്ട് ജീവിതം ആസ്വദിക്കുന്നവർക്ക്, ജീവിതം എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ 113 എന്ന പ്രോഗ്രാം. ഇവിടെ വന്നിട്ട് പോയ എല്ലാ ഗസ്റ്റുകളും തന്നെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം റിമി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു കുറച്ച് നിമിഷങ്ങൾ തന്നതിന് നന്ദി എന്ന് പറഞ്ഞു പോകുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയുക, ഒരു ഓസ്കാർ അവാർഡിന് തുല്യമായിട്ട് ആ വാക്കുകൾ ഞാൻ എന്നും സൂക്ഷിക്കുന്നു എല്ലാ ഗസ്റ്റുകളുടെ ഭാഗത്തുനിന്നും. അപ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആ 2 ഗസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം അവർ വന്നില്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ ഗസ്റ്റുകൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഷോ ഇങ്ങനെ രസകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹത്തെ പറ്റി പറയാനാണെങ്കിൽ സീരിയലിലെ അഭിനയം മാത്രമല്ല, ഉഗ്രനൊരു അവതാരകനാണ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആകാരവടിയിലും ഹൈറ്റിലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു സുന്ദരക്കുട്ടൻ, ഒരു ഉണ്ണിക്കുട്ടൻ എന്ന് നമുക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റത്തില്ല. അത്രയും നല്ലൊരു പൗരുഷം തുളുമ്പുന്ന ഒരു വ്യക്തിയാണ്. ഉണ്ണിക്കുട്ടൻ അല്ല ഇത്. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിഷോർ സത്യ. നമസ്കാരം കിഷോർ. ഒരുപാട് നന്ദി പറഞ്ഞോണ്ടിരിക്കും. സാറിന്റെ പ്രോഗ്രാം തീരുമ്പോഴാണ് നന്ദി പറയുന്നത്. എപ്പോഴും സ്വാഗതം ആലോചിച്ചിരിക്കുകയാണ്. കാരണം ഇതിപ്പോ എനിക്ക് ലാസ്റ്റ് കുറച്ച് പേര് എണീറ്റ് പോയി കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമ്മൾ നല്ല പാട്ടുകളും നല്ല ഭക്ഷണമൊക്കെ ആദ്യം വിളമ്പുന്നല്ലേ നല്ലത്. അതുകൊണ്ട് റിമിയുടെ പ്രോഗ്രാം ആകുമ്പോഴത്തേക്ക് ആദ്യം നന്ദി പറയേണ്ട ആവശ്യമില്ല, അവസാനം വരെ നന്ദി കേൾക്കാൻ വേണ്ടി. ഇന്നെന്ത് പറ്റി മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് വന്നത്? എപ്പോഴും നാച്ചുറൽ അല്ലേ നല്ലത്. പരസ്യം കാണാറില്ലേ? തീരെ മേക്കപ്പ് ഇല്ലാതെ നിൽക്കുമ്പോൾ നമ്മളൊരാൾ സിമ്പിൾ ആയിട്ട് നിൽക്കട്ടെ. എന്റെ ഉടുപ്പേ ചവിട്ടരുത് കേട്ടോ. കാരണം അത്രയും എങ്ങനെയുണ്ട് ഡ്രസ്സ്, എങ്ങനെയുണ്ട്? ഹെവൻലി കളക്ഷൻസ്, ചെമ്പുക്കാവ്, ചേറൂർ റോഡ്, അവിടുന്ന് മാത്രമേ ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഭാര്യയ്ക്ക് മക്കൾക്ക് വല്ല താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മാത്രം. ഞാൻ പിസ്സാ ഗോപുരത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അപ്പൊ ഇനി കിഷോർ സത്യ എന്ന് പറയുന്ന അച്ഛന്റെ പേരാണ്. ശരി, സത്യശിവസുന്ദരം എന്ന അച്ഛന്റെ പേര്. സത്യവാൻ പണിക്കർ. സത്യവാൻ പണിക്കർ. ഓയ്യോ, അച്ഛന് വെറുതെ നമസ്കാരം. കാരണം അപ്പൊ അമ്മ സാവിത്രി ആയിരിക്കും. അമ്മ സാവിത്രിയാണെന്ന് പലരും ചോദിക്കും, പക്ഷെ അമ്മയുടെ പേര് ഓമനയമ്മ. സത്യവാൻ ചേട്ടനും ഓമന ചേച്ചിക്കും ഉണ്ടായ ഒരു ഓമന പുത്രനാണ് സത്യം. പക്ഷെ സത്യം ഈ കിഷോർ സത്യയുടെ പേരിന്റെ കൂടി സത്യം കിടക്കൊണ്ട് എങ്ങാനും ഒരു പച്ചക്കളം എവിടെയെങ്കിലും അച്ഛന് തോന്നിക്കാണ് ഇവൻ വലുതാകുമ്പോഴത്തേക്ക് വലിയ പാടായിരിക്കും സത്യം പേര് തന്നെ ഇരിക്കട്ടെ. അല്ല, എന്നാലും ഒരു ചെറിയ കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ എടാ നിന്റെ പേരിനോട് കൂടി സത്യം പറയുന്നവനുണ്ടല്ലോ, എന്നിട്ട് നീ ഇത്രത്തോളം ഒരു പരമകള്ളനായി പോലും ആരെങ്കിലും പറഞ്ഞു? അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ ആർക്കും ഭാഗ്യം കിട്ടിയിട്ടില്ല. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റില്ല. ഇനി സീരിയലിലെ ഏറ്റവും സുന്ദരി എന്ന് എനിക്ക് തോന്നിപ്പോയേക്കുന്ന പക്ഷെ, കാരണം ഇത്തിരി വണ്ണമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെ വെറുതെ ആളെ വിളി അല്ല, എന്നാൽ അതിനു മുമ്പ് പറയുമ്പോൾ ചിലപ്പോൾ അതുണ്ടെങ്കിലും നമുക്കങ്ങനെ TV ഓൺ ചെയ്ത് ആ മുഖത്തോട്ടൊന്ന് ക്ലോസപ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്യാമറ ചേട്ടന്മാർക്ക് പോലും തെറ്റിപ്പോവും അടുത്ത ഷോട്ടിലോട്ട് പോകണോ വേണ്ടയോ. അത്രയും മനോഹരമായ കടഞ്ഞെടുത്ത കണ്ണുകളോ മൂക്കോ ചുണ്ടോ കവിളോ മുടിയോ നെറ്റിത്തടങ്ങളോ എന്താണോ എനിക്കറിയത്തില്ല, കപോലങ്ങളോ, കപോലം വെച്ച കവിളല്ലേ. അപ്പൊ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം സോമേട്ടന്റെ മോൾ. ആരാണ്? രശ്മി സോമൻ. അല്ല, രശ്മി സോമൻ.
ഇഷ്ടമാണ് 100 വട്ടം Thank you. എന്ന് പറഞ്ഞേക്കുന്ന ഒരാളുണ്ടല്ലോ. അങ്ങനെ പലരും പറയാറുണ്ട്. പ്രൊഡ്യൂസർ മാത്രം അല്ലല്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരാളുണ്ടല്ലോ. വേണേ ഞാൻ തൊട്ട് കാണിക്കാം. പറഞ്ഞോളൂ. ഓ, കിഷു എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളങ്ങനെ പലതും വിളിക്കും. അപ്പൊ ഇവരുടെ തമ്മിലുള്ള ഓമന പേര് ഇത് കിഷു, പിന്നെ ഇതാരാ? രശി. എനിക്കിപ്പോ രശ്മിയെ പറ്റി പെട്ടെന്ന് ഞാൻ മലയാള സിനിമയിൽ എല്ലാ നിഘണ്ടുവിലും അരിച്ചു പെറുക്കി കുറെ പാട്ടുകൾ നോക്കി. പക്ഷെ രശ്മിയെ വർണ്ണിക്കുവാൻ ഭാസ്കര മാഷിനോ ഗാനരചയിതാക്കളുടെ കുറച്ച് പേരുടെ പേര് പറഞ്ഞു. ദേവരാജം അല്ലല്ലോ, വയലാർ, ഭാസ്കര മാഷ്, പിന്നെ ഗാനരചയിതാക്കൾ ആര്? ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്ര, ഇവർക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ പഴയ കാലത്തിലോട്ട് പോയി. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും എന്റെ നെഞ്ചിൽ തുള്ളി വന്ന ഒന്ന് അടുത്തുനിന്ന് പ്ലീസ് നടത്തിക്കൂ. ഞാനിത് വെറുതെ പാടുമ്പോ വെറുതെ ഒന്ന് കറങ്ങി ചുറ്റി. ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനേ നീ എന്റെ നെഞ്ചിൽ തുള്ളി വന്ന തിന്തിനാണ് കാളിദാസൻ കണ്ടെടുത്ത കന്നിമാനേ നീ കണ്ണിലങ്കു തരാൻ പറ്റത്തുള്ളൂ. കിഷോർ ഒന്ന് നടക്കാൻ പറ്റിയില്ലാത്ത ഭയങ്കര മോശമായി പോയി. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഇച്ചിരി ഒരു നടന്നെന്ന് പറഞ്ഞോട് ഭാര്യ കാലി അല്ലെങ്കിൽ പിന്നെ അത്ര സംശയാസ്പദമായി ചിന്തിക്കുന്ന ഭാര്യയായിരിക്കും. പറ്റി പറഞ്ഞാലും ഭാര്യയെ പറ്റി പറയാനും സമ്മതിക്കില്ല. അതെയാ, അത്ര നല്ല ഏറ്റവും നല്ല ഫ്രണ്ട്സിൽ ഒരാളാണ് രശ്മി. അതങ്ങനെ വരുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. തുടക്കത്തിൽ തന്നെ ഇതൊന്നും വേണമെന്ന് കിഷോർ ഒന്നും ചോദിക്കരുത്. ഇതൊരു ചെറിയ കൊച്ചൊരു രസകരമായ ഒരു ഫണ്ണി ഗെയിമിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. തുടക്കത്തിൽ തന്നെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഇപ്പൊ പ്രോപ്പർട്ടീസ് ഒന്നും വരുന്നില്ല. പ്രോപ്പർട്ടി ആയി മാറാൻ പോകുന്നത് ഞാൻ തന്നെയാണ്. എന്നിലാണ് ശരിക്കും ഈ ഗെയിം ഒളിഞ്ഞിരിക്കുന്നത്. അയ്യോ, നിങ്ങളെ തപ്പാൻ ഞാൻ അനുവദിക്കില്ല. സോറി, നിങ്ങളെ തപ്പാൻ ഞാൻ അനുവദിക്കില്ല. അപ്പോ ഞാൻ സെൻട്രൽ നിൽക്കാം. എനിക്കെപ്പോഴും സെൻട്രൽ മാളിൽ പോകാനാണ് താല്പര്യം. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയോളുക. ഇത് എന്നെ നിങ്ങൾ കടത്തി വെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു പഞ്ചാര ഉമ്മ തരുന്നതായിരിക്കും. ഇത് വീട്ടിലിരുന്ന് ഞായറാഴ്ച ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ആസ്വദിക്കാനിരിക്കുന്ന നിങ്ങൾക്കും ട്രൈ ചെയ്യാം. പക്ഷേ കൊച്ചുകുട്ടികൾ ട്രൈ ചെയ്യുന്നത് ശ്രദ്ധിച്ച് വേണം. ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ റിമി ചേച്ചി കാണിച്ച പണിയാണെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകേണ്ട രീതിയിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നെ പഴി പറയരുത്. CD മൂസയിലൊക്കെ ദിലീപേണ്ണൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ഞാനും പറയുകയാണ്. മുകളിലോട്ട് ചാടാം, പക്ഷെ പിള്ളേർ അതെടുത്ത് പരീക്ഷിക്കരുത്, ശക്തിമാൻ്റെ അകത്തൊക്കെ പറയാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഞാനൊരു വാണിംഗ് കൊടുത്താണ്. ശരി, ശ്രദ്ധിച്ചോളുക. ഇതാ ഇവിടെ നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ആദ്യം കൈ ഇങ്ങനെ വെക്കുക. കൈ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചോ. ശരി, റെഡി വെച്ചല്ലോ. ഇങ്ങനെ കൈ നേരെ വെക്കാം. കൈ ഇങ്ങനെ വെച്ചോ. റെഡി, അവരങ്ങനെ വെച്ചിരിക്കുന്നു. ഇനി കൈ ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ തിരിക്കുക. തിരിച്ചല്ലോ, ഓപ്പോസിറ്റ് സൈഡ് തിരിച്ചു. ഇനി ഈ കൈ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. താഴത്തെ തള്ളവിരൽ കണ്ടോ? ഇങ്ങനെ വന്നു. വന്നോ? കറക്റ്റായിട്ട് വെക്ക. കറക്റ്റായിട്ട് വെക്ക. വന്നല്ലോ? ഓക്കെ, റെഡി. ഇനി തിരിക്കുക. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിക്കുക. തിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ തിരിക്കുന്നുണ്ടല്ലോ. ഞാൻ കൈ മാറ്റിയിട്ടില്ല. നിങ്ങൾ തിരിക്കാൻ ശ്രമിക്കൂ. ഇല്ല, കിഷോറിന് പറ്റുന്നില്ല, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ട്. കിഷോറിന് രശ്മിക്ക് പറ്റുന്നില്ല, പക്ഷെ എനിക്ക് പറ്റുന്നുണ്ട്. That is the success of my magic. സാധാരണ മനുഷ്യരെ കൊണ്ട് റിമിക്ക് എല്ലില്ല. അതുകൊണ്ട് എന്റെ കൈ എങ്ങനെ വേണമെങ്കിലും വളയും തിരിയും. പക്ഷെ അത് രശ്മിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. അങ്ങനെ കിഷോർ എന്റെ ഉള്ളിലെ ആ കഴിവിനെ തിരിച്ചറിഞ്ഞത് കൊണ്ട് പരിപാടി കഴിഞ്ഞിട്ട് മതി. ഇത്രയും പ്രേക്ഷകരോട് പ്രോമിസ് ചെയ്തതാണ്. ഞാൻ തരാന്നല്ലേ പറഞ്ഞത്. എനിക്കറിയില്ല.
അല്ല അതെ എപ്പോ തരൂന്ന് പറഞ്ഞില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. ഇപ്പൊ അത് എപ്പോ തരൂന്ന് പറഞ്ഞില്ല. സാധാരണ ഗെയിം കഴിയുമ്പോഴാണ് സമ്മാനം കൊടുക്കുന്നത്, അല്ല മറ്റേ 3 ദിവസം അല്ല അത് ഞാൻ പറഞ്ഞില്ല. ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ പറയുന്നത് ഇപ്പൊ കൊടുക്കണം. ഇത് കോംപ്ലിമെന്റ്സ് ആക്കാം. ഈ സമ്മാനം അങ്ങോട്ട് കൊടുത്തേ. അയ്യയ്യ, എനിക്കൊന്നും വേണ്ട. അയ്യോ എനിക്കൊന്നും. അതേസമയം കിഷോർ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പൊ പറയാലായിരുന്നല്ലോ എനിക്കൊന്നും വേണ്ടാന്ന്. കിഷോർ വേണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്ക് വേണ്ട, ഞാൻ ഈ സൈസ് കേസ് കെട്ടെടുക്കുകയല്ല. പഴഞ്ചൊല്ലുണ്ടല്ലോ, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് വെച്ചാൽ മനസ്സിലാകാതിരിക്കുക. എന്നും സ്നേഹത്തോടുള്ള ചുംബനങ്ങൾ എപ്പോഴും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, സ്വാഗതം ചെയ്യാൻ രണ്ടുപേരും രശ്മി സോമൻ ആൻഡ് കിഷോർ സത്യ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്ന് പവർഡ് ബൈ കിച്ചൺ ട്രഷേഴ്സിന്റെ ഇന്നത്തെ രശ്മി സോമൻ കിഷോർ സത്യ ആയിട്ടുള്ള എപ്പിസോഡ് വീണ്ടും നല്ല ഇതാ തിരശീല ഉയരുകയാണ്. നിങ്ങൾ തമ്മിലുള്ള നല്ല ഫ്രണ്ട്ഷിപ്പാണ്, അതെനിക്ക് എന്തായാലും അറിയാം. കിഷോറിന് ഞാനും കൂടി ഒരു സീരിയലിൽ ചെയ്തു, നമ്മൾ മന്ത്രകോടി. അയ്യോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീരിയലല്ലേ മന്ത്രകോടി എന്ന് പറഞ്ഞ സീരിയലിൽ അങ്ങനെ തുടങ്ങിയൊരു ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല ഈ ഫീൽഡിലും, അങ്ങനെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ, വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ട്. അപ്പം എൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാം കിഷോർ. കിഷോറിന് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്ന ആളാട്ടോ, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. കിഷോറിന്റെ ഒരുപാട് ഫ്രണ്ട്സിൽ ഒരു ഫ്രണ്ട്സ് മാത്രം, പക്ഷേ നോട്ട് ദ പോയിന്റ്. രശ്മിയുടെ വളരെ കുറച്ച് ഫ്രണ്ട്സിൽ ഒരാളാണ് കിഷോർ. ബെസ്റ്റ് ഫ്രണ്ട് ആണ് കിഷോർ. അത് വലിയൊരു കാര്യമല്ലേ കിഷോർ, ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു. എന്തുകൊണ്ടായിരിക്കും കിഷോറിനെ ഇത്രത്തോളം രശ്മിക്ക് ഒരു നല്ല മനുഷ്യൻ എന്ന നമ്മൾ ഫ്രണ്ട്ഷിപ്പിൽ എടുക്കുമ്പോൾ അങ്ങനെ വരുമല്ലോ, നല്ലൊരു സ്വഭാവം എന്ന് തോന്നാനുള്ള കാരണം? എന്തും പറയുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം കിഷോർ മാത്രമല്ല, കിഷോർ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ കിഷോറിൻ്റെ വൈഫും പൂജ എൻ്റെ വളരെ നല്ലൊരു സുഹൃത്താണ്. എന്നെ ഒരുപാട് ഉപദേശിക്കാറുണ്ട്, കിഷോർ ഉപദേശിച്ചിട്ടുണ്ട്, ഞാൻ അത് കേട്ട് നടന്നിട്ടുണ്ട്. പാലരുവിടത്തൂടെ നടന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്തുകൊണ്ടാണ് രശ്മി ഒരുപാട് ഫ്രണ്ട്സിൽ ഒരാളായി മാത്രം ആയിപ്പോയത് കിഷോർ? നമ്മൾ ഓരോ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതിന് നമുക്ക് അതൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഈ സ്ത്രീ സൗഹൃദങ്ങൾ എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പം കൂടുതലും എനിക്ക് പുരുഷ സൗഹൃദങ്ങൾ തന്നെയാണ്. അതിൽ നമ്മൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്തൊരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ ആൾക്കാരുമായിട്ട് സൗഹൃദം ഉണ്ടാകും. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ റിമിയോട് പെരുമാറുന്ന പോലെ തന്നെ ആയിരിക്കും അപ്പുറം ഇരിക്കുന്ന ഈ പ്രൊഡ്യൂസറോട് സംസാരിക്കുക, അത് പുരുഷനാണെന്നുണ്ട്. അല്ലാതെ നമുക്കൊരു വലിയ കോൺസെപ്റ്റ് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പുരുഷന്മാരോട് അങ്ങനത്തെ ഒരു വലിയ ഡിസ്ക്രിമിനേഷൻ നമ്മൾ കേരളത്തിലുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ നമ്മൾ പെരുമാറാൻ പറ്റും. അങ്ങനെ പെരുമാറാൻ പറ്റുന്ന ആൾക്കാരുമായിട്ടായിരിക്കും നമുക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ജീവിതത്തിലെ അടുത്തൊരു ഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പുരുഷനായാലും സ്ത്രീയായാലും കല്യാണം കഴിക്കുന്നു. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഇത്തരം സൗഹൃദങ്ങളെല്ലാം നിന്നു പോവുക ചെയ്യുന്നു മിക്കതും. ശരി, രശ്മിയെ പറ്റി തോന്നിയേക്കുന്ന ഒരു നല്ല 1-2 കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ഞങ്ങൾക്ക് കണ്ടെത്താനാവാത്ത ഒരു നോർമലി പ്രേക്ഷകർക്ക് ഇതുവരെ മനസ്സിലാക്കാനാവാത്ത ഒരു രശ്മിയിൽ കാണുന്ന ഒരു നല്ല 2 കാര്യങ്ങൾ. രശ്മിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് തോന്നുന്നത്, ഒരുപക്ഷെ മോശം ക്വാളിറ്റിയും രണ്ടും ഒന്നാണ്. രശ്മി വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. രശ്മി ആരോടും മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നു. അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് തോന്നിയിട്ടുള്ള വെച്ചാൽ ഈ പറഞ്ഞ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് സംസാരിക്കുന്ന ഒരാളായിട്ടാണ്. അതാണ് രശ്മിയുടെ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി തോന്നിയിട്ടുള്ളത്. കുറ്റിപ്പുറംകാരിയാണ്. നീണ്ട ഇടതൂർന്ന മുടിയൊന്നും ഫ്രണ്ടിലോട്ടൊന്നും ഇട്ട് അതിൽ നിന്ന് സ്ത്രീകളിൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലരും പല പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടും ഒരു പക്ഷേ ജന്മനാ ലഭിക്കുന്ന അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന മുടി വേറെയാണ്, മരുന്നുകൾ കൊണ്ട് വരുന്ന മുടി വേറെയാണ്. എല്ലാരും നീണ്ട മുടി വെട്ടി ഷോർട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. താഴെ മുട്ടുവോ? ഞാൻ നീളമുള്ളത് ഞാൻ ഇങ്ങനെ കാണിക്കുക, കുനിഞ്ഞൊക്കെ ഇങ്ങനെ മുട്ടിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു. ഞാൻ കുറെ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ശരി, ഞങ്ങൾക്ക് ഒരു രസകരമായ കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അമ്മയുടെ സൗന്ദര്യം ആയിരിക്കും കിട്ടിയത് തീർച്ചയായിട്ടും. അമ്മയുടെ അച്ഛൻ്റെ കൂടെ മിക്സ് ചെയ്ത സൗന്ദര്യം. കുറ്റിപ്പുറംകാരി ഇവിടെ വന്ന് കുറ്റി പറിച്ച് എറണാകുളത്ത് താമസിക്കുന്നു അല്ലേ? ഗുരുവായൂർകാരി. എന്നാലും ഇത്രയും സൗന്ദര്യത്തെ പറ്റി കേട്ട കമന്റ്സിൽ ഏറ്റവും എന്നും മനസ്സിൽ ഓർക്കുന്ന, അയ്യോ രശ്മിയെ പറ്റി നമ്മുടെ ഊർമിള ഉണ്ണി ചേച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്. ടി വിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ദേവി ചില കലണ്ടറിലൊക്കെ ദേവിമാരിയിരിക്കുന്ന പോലെ താഴെ വീഴും കേട്ടോ. അങ്ങനെ പറഞ്ഞേക്കുന്ന ചില നല്ല കമന്റ്സ് ഒന്ന് പറഞ്ഞു. കുറെ പേരിങ്ങനെ പറയും, നല്ല നല്ല ഭംഗിയുണ്ട് അങ്ങനെയൊക്കെ പറയും. പിന്നെ എന്റെ അടുത്ത് ഏതെങ്കിലും നടിയായിട്ട് ചായ പറയാറുണ്ട്? വേറെ ഏതെങ്കിലും സിനിമ ഫീൽഡിലുള്ള കാവ്യൊക്കെ ആയിട്ട് ചിലപ്പോ ഇത്തിരി എവിടെയൊക്കെ അങ്ങനെയൊക്കെ പറയും. പിന്നെ പണ്ട് ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന കാലത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു,
ഐശ്വര്യ റായ് ഒക്കെ കണ്ണ് ഇൻഷുർ ചെയ്യാൻ പോവാണ്, രശ്മി ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ശരി, ഇനി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കിസ് റൗണ്ടിലോട്ട് പോവുകയാണ്, സോറി ക്വിസ് റൗണ്ടിലോട്ട് പോവുകയാണ്. ആശിപ്പിച്ചു. വാ. സർക്കാർ വരെ ബാറെല്ലാം പൂട്ടിയോണ്ട് അയ്യോ ഭയങ്കര വിഷമമുണ്ടായിരിക്കും. ശരി, ഇനി ഇതിന്റെ ലൈഫ് ലൈൻ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് അറിയാലോ, നമ്മൾ 5 ചോദ്യം വെച്ച് ഓരോരുത്തരുടെ അടുത്ത് ചോദിക്കും. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് പണിഷ്മെന്റ് കിടപ്പുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. 2 ലൈഫ് ലൈൻ ഉണ്ടായിരിക്കും. ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഓർക്കസ്ട്രയിൽ ഏതെങ്കിലും ഒരു ചേട്ടനെ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. അദ്ദേഹം ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചാ പണിഷ്മെന്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എന്നെ കൊള്ളിയായിരുന്നില്ലേ താഴെ കിഷോർ ആരെ സെലക്ട് ചെയ്യുന്നു? തലയിൽ ബാൻഡേജ് ഒട്ടിച്ച നമ്മുടെ ഡ്രംസ് കൈകാര്യം ചെയ്യുന്ന കൊച്ചുകുട്ടി കിഷോർ സെലക്ട് ചെയ്തു. രശ്മി സെലക്ട് ചെയ്ത് ആരെയാണ്? ലക്ഷ്മി കീബോർഡിനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബിജു കീബോർഡ് ബിജുവിനെയാണ് രശ്മി സെലക്ട് ചെയ്തിരിക്കുന്നത്. ശരി, നമ്മൾ തുടങ്ങാൻ പോകുകയാണ്. ആദ്യം കിഷോർ സത്യൻ. ഈനാണ്ടേച്ചിക്ക് മരപ്പട്ടി കൂട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ട്? വായുണ്ട്. ശരിയല്ലേ? ഉത്തരം പൊട്ടത്തെറ്റാണ്. പിടിക്കുന്നിട്ട് ഞാൻ പറയാം. ഉത്തരം നാവ് കൊണ്ട്. പണിഷ്മെന്റ് പറ്റില്ല. ശരി, ഉത്തരം പറഞ്ഞു. അതിന് ശിക്ഷയൊന്നും പറ്റില്ല. പക്ഷെ നാവ് വേണം നമുക്ക്. അതിന്റെ ഉത്തരം നാവ് ഇല്ലാണ്ട് പറ്റൂല. ഒരു മലയാള കവിത ശരിയാണോ? കവിത ചൊല്ലാറിയതില്ല. എനിക്ക് കവിതയിൽ ഇഷ്ടപ്പെട്ട 2 വരികൾ പറയാം. എനിക്കൊന്ന് ONV സാറിന്റെ കവിതയാണെന്ന് തോന്നുന്നു. നീ എൻ്റെ രസനയിൽ വയമ്പും നിറം തേരുമായി വന്നൊരാദ്യാനുഭൂതി, നീ എൻ്റെ തിരികടും നേരത്ത് തീർത്ഥകണമായി അലിയും അന്ത്യാനുഭൂതി. ഒരാളെ പറ്റി നമുക്ക് ഏറ്റവും നന്നായിട്ട് നമുക്കൊരു നല്ല ഒരാളെ പറ്റി എനിക്കെന്താ മനസ്സിലായി പറയട്ടെ, രസന മുടങ്ങാതെ കുടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലേ? ഇതല്ലേ? അതൊക്കെ തമാശ. ഞാൻ രസന മുടങ്ങാതെ കുടിക്കുന്നുണ്ട്. രസനയിൽ ബാക്കി പറ. നീ എൻ്റെ രസനയിൽ വയമ്പും നിറം തേനുമായി വന്നൊരാദ്യാനുഭൂതി, നീ എൻ്റെ തിരികടം നേരത്ത്, തട്ടിപ്പോകുന്ന സമയത്ത് നീ എൻ്റെ തിരികടം നേരത്ത് തീർത്ഥകണമായ അലിയും അന്ത്യാനുഭൂതി. അയ്യോ ഭയങ്കര മനസ്സിൽ ടച്ചിങ് ആയി പോയി. ഞാൻ രസന കുടിക്കുന്ന പോലെ ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ വിജയിച്ചില്ലേ? ഇല്ല, തോറ്റിട്ടാണല്ലോ. കവിത ചൊല്ലിയല്ലോ ഞാൻ. കവിത ചൊല്ലി പണിഷ്മെന്റ് എന്നിട്ട് പോലും പറ്റത്തില്ല. ചുമ്മാ പറഞ്ഞേ. ഏതായാലും മാനം പോയി. ക്ലിയർ ആക്കത് സംഭവം എന്താ ചെയ്തത്? ചുമ്മാ ട്രൈ ചെയ്തു. കിഷോറിന് വരത്തില്ലേ? ചുമ്മാ ട്രൈ ചെയ്തു. അടുത്ത രശ്മി സമരോട് മംഗൾയാൻ. മംഗൾയാൻ ഏത് ഗ്രഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കരുത്. മംഗൾയാൻ ഏത് ഗ്രഹത്തിലേക്ക് ഇന്ത്യ അയച്ച പര്യവേക്ഷണ ഉപകരണമാണ്? പറഞ്ഞു കൊടുക്കരുത്, ഒരിക്കലും പറഞ്ഞു കൊടുക്കരുത്. ഓപ്ഷൻസ്: തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം. ചൊവ്വ. 100% ഉറപ്പാണോ? എനിക്ക് ഉറപ്പൊന്നുമില്ല. ചൊവ്വ. ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടോ? അറിയില്ല. ജാതകത്തിൽ ചൊവ്വാദോഷമുണ്ടോ? എന്തായാലും താങ്കളുടെ ഉത്തരം ശരിയാണോ? ശരിയാണ്. ഓരോ ശരിക്കും ഞങ്ങൾക്ക് ഷൂളോടി കേൾക്കണം. ഓരോ ശരിക്കും. ശരി, അടുത്ത ചോദ്യം. എത്ര വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കാണ് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനാവുന്നത്? 5, 12, 16, 18. 5. കറക്റ്റ് അല്ല. ഡാൻസ് ചെയ്യുക. ഇരുന്നോട്ട് മതി. 202 സ്റ്റെപ്പ് കൈകൊണ്ട് കാണിച്ചു. അത് മതി. മ്യൂസിക്.
ഇരുന്നോണ്ടേ കളിക്കുന്നു. പക്ഷെ ഇരുന്നോണ്ടാണെ പോലും ഭംഗിയായിട്ട് കളിക്കും. എന്നിട്ട് നുണ പറയരുത്, ഡാൻസ് അറിയത്തില്ലെന്ന് നുണ മാത്രം പറയരുത്. പഠിച്ച സാറ് പറഞ്ഞിട്ട് വേണം വെളിയിൽ കളിക്കരുത്. അതായത് അടുത്തത്, പകലും രാത്രിയും ഉണ്ടാകുന്നത് എങ്ങനെ? പകല് രാത്രി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ആ ഓപ്ഷൻ: ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നത് കൊണ്ട്, 2 ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ട്, 3 ഭൂമി സ്വയം ചുറ്റുന്നത് കൊണ്ട്, 4 ക്ലോക്കിലെ സൂചി ചുറ്റുന്നത് കൊണ്ട്, 5 രശ്മി ചുറ്റുന്നത് കൊണ്ട്. ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ട്. ഉറപ്പാണോ? ഉറപ്പൊന്നുമില്ല, ഞാൻ കൊമേഴ്സ്, എനിക്കിതൊന്നും അറിയില്ല. ഭൂമി സൂര്യനെ ചുറ്റുന്നത് കൊണ്ടാണ് പകലും രാത്രി ഉണ്ടാകുന്നത്. ഏത് എല്ലാ കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻസ് തിരഞ്ഞെടുത്താൽ ഭയങ്കര നാണക്കേടായിരിക്കും. ഉത്തരം കറക്റ്റ് ആണ്. അത് വരുന്നില്ല. അയ്യോ, ഉത്തരം തെറ്റായി. ഉത്തരം ഭൂമി സ്വയം ചുറ്റുന്നത് കൊണ്ട്. വിസിലടി എല്ലാം തെറ്റിച്ച് പറഞ്ഞോണ്ട് തെറ്റിച്ച് പറഞ്ഞോണ്ടല്ല, എനിക്ക് ഇതിനകത്ത് ഒരു ഇതില്ല. ഞാനാണ് തെറ്റ് പറഞ്ഞിരുന്നെങ്കിലും ഓക്കെ. വളരെ സപ്തമശ്രീ തസ്കര ഇപ്പത്തെ സിനിമ നിർത്തി പറയല്ലേ. കഴിഞ്ഞു. 5 പ്രാവശ്യം ഒന്നും കൂടെ പറ. സപ്തമശ്രീ തസ്കര സപ്തമശ്രീ അത് പറ. ഞാൻ തോറ്റു. തോറ്റു. എനിക്ക് പോവാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. അതിന്റെ ആവശ്യം എന്താ? മര്യാദ അവിടെ ഇരുന്നോണം മിണ്ടാണ്ട്. അടുത്ത ചോദ്യം: വിവാഹമോചനത്തിന്റെ കാരണം എന്ത്? ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഇല്ല. വിവാഹമോചനത്തിന്റെ കാരണമാണ്. പക്ഷെ എന്നാ ഭയങ്കര കുറിക്കുകൊള്ളുന്ന. എനിക്കറിയാം, ഞാൻ പറയാം. പറഞ്ഞില്ലെങ്കിൽ പറയാം. വിവാഹമോചനത്തിന്റെ കാരണം വിവാഹം. എന്താ? വിവാഹം കഴിക്കുന്നതോടെ മോചിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മോചനം. സ്വയം വിസിലടിക്കണം. അടുത്ത ചോദ്യം രശ്മിയുടെ: ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി ആര്? മൈക്കിൾ ജാക്സൺ, മഹാത്മാഗാന്ധി, വിക്ടോറിയ രാജ്ഞി, മിക്കി മൗസ്. എന്റെ ചാക്കുകുട്ടി, നല്ലൊരു കൈയടി കൊടുക്ക. തെറ്റാണെന്ന് പറയാൻ മിക്കി മൗസ് എന്ന് പറഞ്ഞ കൈനീട്ട്. അടിക്കാൻ പറ്റില്ല. ചുമ്മാ ഒന്ന് കൈനീട്ടും വേണം. എന്നിട്ട് നമുക്ക് ഓപ്ഷൻസ് ഇടും. കാരണം ഇത് സഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മഹാനായ മഹാത്മാ ഗാന്ധി ഇരിക്കെ മിക്കി മൗസിന് ഓപ്ഷൻ. എനിക്ക് വയ്യ. മിക്കി മൗസ് മഹാനായ വ്യക്തി. അങ്ങനെ ഉണ്ടായിരുന്ന ചോദ്യത്തില് 3 നടന്മാരെ അനുകരിച്ച് 1-1-3 അവതരിപ്പിക്കുക. ട്രൈ ചെയ്ത്, നമുക്ക് പറ്റാത്ത ഒന്നുമില്ല. 1-1-3 സ്വാഗതം. ഇന്ന് റിമി ടോമി അല്ല പരിപാടി അവതരിപ്പിക്കുന്നത്, ഇന്ന് ഞാനാണ്. ഇനി ലാലേട്ടൻ സ്റ്റൈല്. റെഡി? സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റിനെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് ഞാനാണ് പരിപാടി അവതരിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം മോഹൻലാൽ. ഇനി ഒരു നടൻ മമ്മൂക്കയുടെ ഇഷ്ടപ്പെടുക. അത് പറഞ്ഞു. അത് തകർക്കാനുള്ള റീമയുടെ കുതന്ത്രം ആലോചിച്ച് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ റീമിയെ തോപ്പിക്കാൻ റീമിക്ക് ട്യൂഷൻ ഉണ്ട്. രശ്മി ആവരുത്. മമ്മൂക്ക വേണ്ട, 2 സ്റ്റാർ ചെയ്ത് 3ാമത്തെ സ്റ്റാർ കിഷോർ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. മമ്മൂട്ടി. ഞാൻ ലാലേട്ടനെ വേണം പറയാം. ശരി. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 1-1-3 ഇന്ന് പരിപാടി അവതരിപ്പിക്കുന്നത് ഞാനാണ്, റിമിക്ക് പകരം. എല്ലാവർക്കും സ്വാഗതം. അല്ല, മമ്മൂക്കയ്ക്ക് സങ്കടം വേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ ഞാൻ കാണിച്ചത്. ഇനി അടുത്ത കിഷോറിനോട്ട് പോവുകയാണ്. നിർമാല്യം എന്ന ചിത്രം സംവിധാനം ചെയ്തത് ആര്? 1973. MD വാസുദേവൻ നായർ.
അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, MT വാസുദേവൻ നായർ, ഭരതൻ. നിർമാല്യം MT സാർ. ഉത്തരം കറക്റ്റ് ആൻസർ. എന്റെ പൊന്നു മോളെ കൊണ്ടുപോകും തോന്നുന്നു. അടിച്ചു മോനെ. അറിയത്തില്ല, ഇവിടെ നോക്കട്ടെ. അറബിക്കടലിലൂടെ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു കപ്പലിന്റെ വടക്കുനോക്കി യന്ത്രത്തിന്റെ സൂചി തെക്കോട്ട് തിരിഞ്ഞിരുന്നാൽ എന്തു മനസ്സിലാക്കാം? ചോദ്യം ഒന്നും മനസ്സിലായില്ല. അറബിക്കടലിലൂടെ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു കപ്പലിന്റെ വടക്കുനോക്കി യന്ത്രത്തിന്റെ സൂചി തെക്കോട്ട് തിരിഞ്ഞിരുന്നാൽ വടക്കുനോക്കി യന്ത്രം കേടാണ്. ഇതിന് എല്ലാ കുസൃതി ചോദ്യവും പഠിച്ചു. സീരിയലുകളില് രാജേട്ടാ ഞാനില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്ന ഉത്തരവുണ്ട്. മഹാനായ വ്യക്തി ചോദിച്ച മിക്കി മൗസ് എന്ന് പറഞ്ഞു. ഉത്തരം കറക്റ്റ് ആണ്. എന്തായാലും അടുത്ത ചോദ്യം, മണ്ണിരയുടെ തലയും വാലും തിരിച്ചറിയാൻ എന്തു ചെയ്യണം? മണ്ണിര എന്ന് പറഞ്ഞാൽ ഞാഞ്ഞൂൽ. അതിന്റെ തലയും വാലും തിരിച്ചറിയാൻ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് ഇല്ല. ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയാം. പറയാ നോക്കട്ടെ. ശരി, രശ്മി പറയാം. മണ്ണിരയോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുക, അപ്പൊ മണ്ണിര ഉത്തരം പറയും. അതാണ് തല. അതൊരു ഓപ്ഷൻസ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ശരിയാതല്ല. തലയും വാലും തിരിച്ചറിയാൻ വേണ്ടി പിടിച്ച് ഇക്കിളിയാക്കിയാൽ മതി. തലഭാഗം അപ്പൊ എന്തായാലും ഓപ്ഷൻസ് എടുക്കുക. ഏതായാലും വന്നു മറ്റേ വിധി ഓപ്ഷൻസ് ഇവിടെയാണ് എടുത്തത്. അയ്യോ, ഇത് ആക്ച്വലി നല്ല. താങ്ക് യു. ഈ ഉത്തരം താങ്ക് യു സോ മച്ച്. എനിക്ക് ഉത്തരം പറയാൻ പറ്റാഞ്ഞല്ലേ. ഞാനൊരു സംഭവമാണ് എന്ന ബോർഡ് കഴുത്തിൽ തൂക്കിയിരിക്കുക. നമ്മളെപ്പോഴും ഈ ബോർഡുമായിട്ട് നടക്കുന്നത്. ഇങ്ങനത്തെ 3-4 ചോദ്യമൊക്കെ ചോദിച്ചോളൂ. ഒരു സെൽഫി എടുക്കായിരുന്നു. ശരി, ക്വിസ് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ഇതിനകത്ത് പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ പ്രാവശ്യത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് രശ്മി സോമനാണ് വിന്നറായിരിക്കുന്നത്. കിഷോർ ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു, പരാജിതനായിരിക്കുകയാണ്. പക്ഷേ ഇനിയുള്ള എന്റെ മറുപടി വളരെ ശ്രദ്ധിച്ചു കേട്ടോളുക. രശ്മിക്കാണ് ഇതിന്റെ വിജയായിരിക്കും നമ്മൾ പ്രഖ്യാപിച്ചു. ഞാനത് തിരിച്ചെടുക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ചോദിച്ചൊരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വ്യക്തി എന്ന് പറഞ്ഞപ്പോൾ അതിന് ഉത്തരം മിക്കി മൗസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. വ്യക്തി എന്ന് പറഞ്ഞിട്ട് പോലും മിക്കി മൗസ്. ദാരുണമായ അന്ത്യമാണ് നമ്മുടെ ക്വിസ് റൗണ്ടിന് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രൊഡ്യൂസറും അണിയറ പ്രവർത്തകരും ക്യാമറ ചേട്ടന്മാരും എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു രശ്മി സോമന് ഈ മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ സമ്മാനം കിട്ടുവാൻ യാതൊരു യോഗ്യതയുമില്ലെന്ന് ജഡ്ജിംഗ് പാനലിൽ തീരുമാനിച്ചത് കൊണ്ട് അതുകൊണ്ട് ആ സമ്മാനം രശ്മി സോമൻ കിഷോർ സത്യക്ക് സമ്മാനം കൊടുക്കുന്നു. ഇതിന്റെ തോൽവിയിൽ നിന്ന് നമ്മൾ ഒരുപാട് പാഠം പഠിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ? മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ റവല്യൂഷൻ EX1 മിക്സർ ഗ്രൈൻഡർ ആണ് ലഭിക്കുന്നത്. പ്രീസെറ്റ് ടൈമർ LED ഡിസ്പ്ലേ സോഫ്റ്റ് ടച്ച് ബട്ടൺസ് മേടിച്ചോ. താങ്ക് യു. നമ്മൾ ഗെയിം എന്തായാലും നടത്തി പോയില്ല. വിജയിക്കേണ്ടല്ലോ. സോ ദ വിന്നർ ഈസ് രശ്മി സോമൻ. ഉപകാരം ജയിന്റെ പുറകിൽ മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ സമ്മാനമുണ്ട്. പ്രീസെറ്റ് ടൈമർ LED ഡിസ്പ്ലേ സോഫ്റ്റ് ടച്ച് ബട്ടൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടിക്ക് സോഫ്റ്റ് ടച്ച് ബട്ടൺസ് ആണ് കിട്ടി. അങ്ങനെ ക്വിസ് റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ഉഗ്രൻ പെർഫോമർ ഇവിടെ വന്നിട്ടുണ്ട്. கொடபிடிக்க கால்கள் நாளாச்சு கைகள் எட்டாச்சு என்ன
പെങ്കൊച്ച് അത് മാജിക് ഇങ്ങനെ ഇത്ര ഡാൻസ് ചെയ്ത് ഇതെല്ലാം കാണിച്ചു, പേപ്പറുകൾ വിഴുങ്ങി വായിന്ന് പേപ്പർ എടുക്കുന്നു. മോക്ക് ഒന്നും കഴിക്കാൻ കിട്ടാത്ത ഏതൊരു ഉഗാണ്ടെ പോയാലും മോക്ക് അത്യാവശ്യം പേപ്പർ തിന്നിട്ടാണെങ്കിൽ സുഖമായിട്ട് ജീവിക്കാം. മോളുടെ പേരെന്താ? സ്വാതിക ഗാദൽ. മലയാളി തന്നെയല്ലേ? ഓ, നമ്മുടെ കേരളത്തിലുള്ളത് ഇങ്ങനെ ഞാൻ കണ്ടിട്ട് ഒരു പെങ്കൊച്ച് ഇതുപോലെ മാജിക് കാണിക്കുന്നത് നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അതും നല്ല മിടുക്കി കുട്ടി. മോൾ എത്രയല്ലേ പഠിക്കുന്നത്? 10th. 10th? അതും മാജിക് ആണോ? പെട്ടെന്ന് തന്നെ കയറിപ്പോയതാണോ? 5 നേരെ 10 മാജിക് വഴി കയറിപ്പോയതാണോ? മിടുക്കി. ദൈവമേ, മോളെ പോലെ തന്നെ എത്രയോ കുട്ടികൾക്ക് നമ്മെ സ്വയം തിരിച്ചറിയാൻ പറ്റും. നമുക്ക് നല്ല നല്ല കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അത് മോള് തിരിച്ചറിഞ്ഞു. മോളുടെ മാതാപിതാക്കൾക്ക് വേണം സ്പെഷ്യൽ ഒരു കൈയ്യടി കൊടുക്കാൻ. ഇത്ര സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്, ദൈവം എല്ലാം കൊണ്ടു. സൗന്ദര്യം ശാപമായിട്ട് തോന്നിയിട്ടുണ്ടോ ചില സമയത്തെങ്കിലും? തോന്നിയിട്ടുണ്ടോ? നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും പക്ഷെ സിനിമയിൽ ഒരു പക്ഷെ അധികം അങ്ങോട്ട് മുന്നോട്ട് പോകാനും പറ്റിയില്ല. എന്ത് തോന്നുന്നു? പക്ഷെ സീരിയൽ നമ്മുടെ എല്ലാവർക്കും പരിചയമാണ്. അല്ല റിമി, സിനിമയിൽ അവസരങ്ങൾ കിട്ടാഞ്ഞിട്ടല്ല. ഞാൻ അന്ന് ആ സമയത്ത് എനിക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. വീട്ടിൽ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ അഭിനയിക്കാൻ പാടില്ല, തൊട്ടഭിനയിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ പാടില്ല, ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻസ്. അപ്പോൾ ഞാനും അത്ര ഒരു കംഫർട്ടബിൾ ആയിരുന്നില്ല. സീരിയൽസിലാണ് അപ്പോൾ ചാൻസ് കിട്ടി തുടങ്ങിയത്. അപ്പം സീരിയൽസിൽ വെച്ചാൽ കുഴപ്പമില്ല,
ഇപ്പൊ എത്ര ഭാര്യയും ഭർത്താവാണ്, എത്ര ബെഡ്റൂം സീനാണെങ്കിലും ഇത്ര ദൂരത്തിരുന്ന് അഭിനയിച്ചാൽ മതി. ഡയലോഗിൽ കഴിഞ്ഞു. അത് ഡയലോഗ് ആണെങ്കിലും സഭ്യമായ രീതിയിലുള്ള ഫാമിലിയൊക്കെ ഇരുന്ന് കാണുന്നതല്ലേ. അപ്പൊ അങ്ങനത്തെ ഡയലോഗ്സേ ഉള്ളൂ. എത്ര തൊടാൻ പാടില്ല, കെട്ടിപ്പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഒരു നായികയായിട്ട് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സോങ് രംഗത്തെങ്കിലും അതാണ് അതുവരെയുള്ളത്. അങ്ങനെ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഡയറക്ടർ സമ്മതിക്കാണ്ട് എനിക്ക് അങ്ങ് വഴങ്ങി അങ്ങ് ചെയ്യേണ്ടതായി പോയിട്ടുള്ള ഒരു സോങ് ഏതായിരിക്കും? സോങ് അല്ല, ഞാൻ എന്ന് സ്വന്തം ജാനകിക്കുട്ടി എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു. MT ഹരിഹരൻ ആ ടീമിന്റെ ആയിരുന്നു. അതിനകത്ത് ഒരു ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു. ശരത്തായിട്ട്. അപ്പൊ ഞാൻ ആ സീൻ, അപ്പൊ നമുക്കൊരു 1 ലൈൻ ഒക്കെ വായിക്കാൻ തന്നു ചെന്ന ഉടനെ. അപ്പൊ ഈ സീൻ കണ്ടോടെ ഞാൻ എന്റെ നെഞ്ച് പൊട്ടി. എന്റെ ഗുരുവായൂരപ്പ എന്നൊക്കെ വിളിച്ചു. അമ്മ അച്ഛൻ എൻട്രി ചെയ്ത സമയത്ത് അമ്മ ഇത് കൂടെ ശരിയാവില്ലോട്ടോ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിൽ പിച്ചലൊക്കെ എനിക്ക് പിച്ചല. ഞാനല്ലല്ലോ എഴുതിയത്, MT സാറില്ലേ. MT സാറിനോട് പറയാനും പറ്റില്ല. ഹരിഹരൻ സാറിനോട് ഒട്ടും പറയാൻ പറ്റില്ല. ഞങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല, ഒന്ന് കറക്റ്റ് ചെയ്യൂ. എന്നിട്ട് ആ സീൻ ഫസ്റ്റ് ഡേ ഞാൻ അവിടെ ചെല്ലുമ്പോ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട്. അതും MT സാറിന്റെ ആ ഒരു ഇതിലെന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ അങ്ങോട്ട് കയറി ഇങ്ങനെ ഹഗ് ചെയ്യുന്നു ഒക്കെ അങ്ങോട്ടാ. അപ്പൊ എനിക്കിത് എന്റെ കൈയും കാലും വരച്ചു തുടങ്ങി, ഞാൻ അവിടെ കരച്ചിൽ തുടങ്ങി. അപ്പൊ ഹരിഹരൻ സാർ ഒന്ന് പാക്കപ്പ് എന്ന് പറഞ്ഞ് സാർ അങ്ങോട്ട് പോയി. പിന്നെ ഒരാഴ്ച എന്നോട് മിണ്ടുന്നില്ല. ഇവരാരും ലൊക്കേഷനിൽ ആരും മിണ്ടുന്നില്ല. ഞാൻ ലൊക്കേഷനിൽ പോവും തിരിച്ചു വരും, ലൊക്കേഷനിൽ പോവും തിരിച്ചു വരും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഹരിഹരൻ സാർ പറഞ്ഞു, മോളെ നമ്മൾ അഭിനയിക്കുന്നതിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സോപ്പിട്ട് ഒക്കെ അതങ്ങ് എങ്ങനെയൊക്കെയോ അങ്ങനെ എടുത്തു. ഇതുവരെ എടുത്തോ ഇല്ലയോ അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? അവിടുന്ന് ഭയങ്കര കയ്യടി കേട്ടോ. അത് ശരത്തിനെ വിളിക്കാം, ശരത്തിന്റെ CD ആണ്. ശരത്ത് എന്നെ തെറി വിളിച്ചു അത് കഴിഞ്ഞിട്ട്. കാരണം ശരത്ത് നിങ്ങളൊക്കെ ഇത്രയും സീരിയൽ ഒന്നിച്ച് അല്ല അന്ന് സീരിയൽസിലൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അന്ന് എന്താന്ന് വെച്ചാൽ ഞാൻ കയറി അങ്ങനെ ഭയങ്കര ഇന്റിമേറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഹരിഹരൻ സാർ ശരത്തിനോട് പറഞ്ഞു, നീ കയറി ഹഗ് ചെയ്യേ. അപ്പൊ ശരത്ത് എന്നെ കുറെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളല്ലേ ചെയ്യേണ്ടത് കുറെ ചീത്ത വിളി. അയ്യോ, ശരത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അങ്ങനെ ഒരു കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു. രശ്മിയുടെ കുറെ സിനിമ, ആര്യൻ, ഞങ്ങളുടെ വീട്, ഇപ്പൊ പറഞ്ഞ സിനിമ ഏതാ? എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഇഷ്ടമാണെന്ന് ഉറവിട്ടം. പിന്നെ വേറെ നായികയായിട്ട് അഭിനയിച്ച പടം ഏതാ? ഞാൻ ആ പടത്തിലെ അഭിനയിച്ചു. അതെ, ഞാൻ പണി നിർത്തി. പക്ഷെ അതിൽ നല്ലൊരു എൻട്രി കിട്ടി, ഇഷ്ടമാണെന്ന് ഉറവിടത്തില്. നല്ല പാട്ടുകളൊക്കെ ഇല്ലേ? ഏതൊരു പാട്ടുണ്ടല്ലോ അതിനകത്ത്? പൊന്നും പൂവും വാരിച്ചൂടാം, പൊന്നും പൂവും വാരിച്ചൂടാ, അങ്ങനെ ഒരു പാട്ടാണ്. നല്ല രസമുള്ള ഒരു പാട്ടാണ്. അതുപോലെ കിഷോറിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ശരിയാണ്, മനസ്സിൽ ഇപ്പോഴും ഒരു കിഷോറിന്റെ മനസ്സിൽ എന്ത് തോന്നുന്നു, നല്ല നല്ല സീരിയലുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല മെയിൽ അവതാരകർ നമുക്ക് വളരെ കുറവാണ് അല്ലേ? ആ സ്ഥാനത്ത് എന്നും ഒരു മെയിൽ അവതാരകൻ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന പേര് കിഷോർ സത്യയുടെയാണ്. അത്രയും സ്പോണ്ടേനിറ്റി കിട്ടുക, സംസാരിക്കാൻ പറ്റുക, ഫ്രേസ് ചെയ്ത് ഇത്രയും പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുക, ഒരു ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുക എന്ന് പറഞ്ഞൊരു നിസ്സാര കാര്യമല്ല. പക്ഷേ അവതരണം കിഷോറിനെ സംബന്ധിച്ച് എനിക്ക് ഒരു വലിയൊരു സന്തോഷം തരുന്ന ഒരു ജോബായിട്ട് തോന്നില്ലേ? ഇല്ല, ഞാൻ ബേസിക്കലി ഇത് നമ്മൾ ചില സാധനങ്ങൾ ബൈ 1 get 1 ഫ്രീ എന്ന് പറയത്തില്ല. ഇപ്പം ഞാനൊരു ആക്ടറായിട്ട് ഇപ്പം ഈ എൻ്റെ ഞാൻ ആദ്യം സിനിമ ചെയ്തത്, സീരിയലല്ല, യൂത്ത് ഫെസ്റ്റിവൽ പടമായിരുന്നു. ദൗർഭാഗ്യവശാൽ ആ സിനിമ 8 വരെ പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു കരിയർ എന്ന് പറയുന്നത് വളരെ പ്രതിസന്ധി. കാരണം ഞാൻ ദുബായിൽ നിന്ന് ജോലിയൊക്കെ രാജിവെച്ച് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ആ സിനിമ കുറേ യങ്സ്റ്റേഴ്സ് പടങ്ങളൊക്കെ വന്ന സമയത്തായിരുന്നു. പക്ഷേ ഇത് അതിൻ്റെ ഒരു തള്ളലൊക്കെ തീർന്ന സമയത്ത് തിയേറ്ററിൽ വരികയും ഇത് 7 വരെ പൊട്ടിപ്പോയി. ആൻഡ് മൂവീസ് വെൻ ബാക്ക് ടു സൂപ്പർ സ്റ്റാർസ്. അപ്പോൾ വീണ്ടും ഞാൻ മമ്മൂക്കയുടെ കൂടെ പടം ചെയ്തു, തസ്കര വീട് എന്ന് പറഞ്ഞിട്ട്. അതിൽ മമ്മൂക്കയെ മാത്രം നമ്മൾ കാണും. ഞാൻ ത്രൂഔട്ട് വേഷം. ആളുകൾ ചോദിക്കും, അതിലേത് വേഷം? സീൻ 1 പോലെ മറ്റേ ക്ലൈമാക്സ് വരെ ഉണ്ട്. ഒരു മനുഷ്യൻ നമ്മളെ കാണില്ല, നമ്മളെല്ലാവരും മമ്മൂക്കയെ മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇങ്ങനെ അതാണ് ഡെഫിനറ്റ്ലി അത്ര സിനിമ. മമ്മൂക്കയുടെ സൗന്ദര്യം ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട സിനിമ ഇത് രാജാതിരാജ. അതിനകത്ത് എനിക്കൊരു പാട്ട് കേട്ടിട്ടുണ്ട്, മിടു മിടു മിടുക്കൻ മുയൽ. എന്റെ പോഷൻ വരുന്നത് അതിലൂടെ ഞാൻ വരാം. വീട്ടിൽ കുയിലമ്മ അവളുടെ പേരിൽ വക്കാണം, ഇങ്ങനെയാണ് ആ പാട്ട്. നിങ്ങൾക്ക് ടി വിയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാം. മമ്മൂക്കേനെ ഞാൻ കണ്ടതിൽ വെച്ച് ആ മുടിയൊക്കെ നീട്ടി ഗ്ലാസ് വെച്ച് ആ പാവമായിട്ടാണ് മമ്മൂക്ക അതിൻ്റെ അകത്ത് ആദ്യമായിട്ട്. പിന്നെ അതങ്ങ് മാറി ഒരു സ്റ്റണ്ടിലോട്ട് വരുന്ന ഒരു സീൻ. മമ്മൂക്ക ഫാനാണല്ലേ? ഞാൻ എല്ലാവരുടെ ഫാനാണ്. പാട്ട് കിട്ടണ്ടേ? ഞാൻ തസ്കര മമ്മൂക്കയുടെ ഒരു പടം എടുത്തിട്ടുണ്ട്. അത് ഞാനല്ലാതെ വേറൊരു മനുഷ്യനെ ഫോട്ടോ കണ്ടിട്ടില്ല. കാരണം നമുക്ക് നാണം കേടാ പുള്ളിയുടെ കൂടെ വയ്ക്കുമ്പോഴത്തേക്ക്. കാരണം നമ്മളൊരു അന്ത്യ വയോധികനെ പോലെ സൈഡിൽ നമുക്ക് നല്ല ചുള്ളതായിട്ട് ഇരിക്കുന്നു.
അത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും ഒരു സിനിമ ഓഫർ വന്നിട്ട് ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ അത് ഒരു വല്ലാത്തൊരു നഷ്ടബോധം കിഷോറിന്റെ ഉള്ളിൽ കടന്ന് തികട്ടുന്നു? എനിക്ക് ആക്ച്വലി ഞാനെപ്പോഴും ഈ പറയുന്ന പോലെ നമുക്ക് വരും, വരുന്നത് അതുപോലെ ആസ്വദിക്കുക എന്നുള്ള എൻ്റെ പോളിസി. പക്ഷേ റിമി ചോദിച്ചത് വളരെ വാലിഡായിട്ട് ചോദ്യമാണ്. എനിക്കെൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നിയിട്ട് ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ബ്ലെസ്സി സാറ് ഭ്രമരം സിനിമ ചെയ്യുമ്പോഴത്തേക്ക് അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എപ്പോഴും ക്യാരക്ടേഴ്സിനെ തേടി പോവുകയാണ്. അപ്പം അങ്ങനെ സ്ക്രിപ്റ്റ് റൈറ്റർ സുരേഷ് ബാബു പറഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എന്നെ അറിയില്ല. അപ്പോൾ ഞാൻ കാണാൻ വേണ്ടി തിരുവല്ല ചെന്ന് പുള്ളിയുടെ ഗസ്റ്റ് ഹൗസിലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് പുള്ളി എന്നെ കാണുന്നത്. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് ആ ക്യാരക്ടർ സുരേഷ് മേനോനാണ് ചെയ്തിട്ടുള്ള പടത്തിൽ. അത് മോഹൻലാലിൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ എന്നോട് കിഷോർ മോഹൻലാലിൻ്റെ ക്ലാസ്മേറ്റ് അത് ആരും വിശ്വസിക്കത്തില്ല. കിഷോറിനൊന്ന് ക്ലാസ്മേറ്റ് ആയിക്കൂടെ? എനിക്കാകാമായിരുന്നു, പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. ഞാൻ വില്ലിങ്ങായിരുന്നു. അപ്പോൾ ആ സിനിമ വന്നതിന് ശേഷം ഈ സിനിമ കണ്ടപ്പോൾ എനിക്കൊരു റിഗ്രറ്റ് തോന്നുന്നുണ്ട്. പക്ഷേ അതിലേക്ക് ഉപരിയായിട്ട് ഞങ്ങൾ വേറൊരു ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്തരം ആൾക്കാരെയല്ല അല്ലെങ്കിൽ റിമിയ ഉൾപ്പെടെ ഉള്ളവരെ നമ്മൾ കാണുന്ന ഇവൻറ്റുകൾക്കാണ്. അപ്പോൾ ഓരോ ഇവൻറ്റിലാണ് ബേസിക്കലി കാണുന്നത്. അപ്പോൾ ദുബായിലൊരു ഇവൻറ്റിൻ്റെ സമയത്ത് സാറിനോട് പറഞ്ഞു, ആ കിഷോർ ഇപ്പോൾ എന്തെങ്കിലും സീരിയൽ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല സർ. ഇപ്പം പുള്ളി വളരെ സോഫ്റ്റ് ആയിട്ടാണ്, ഇപ്പം വേറെ സീരിയലൊന്നും ചെയ്യേണ്ട, സിനിമയിലാണെങ്കിലും ചെറിയ വേഷം വന്നാൽ ചെയ്യേണ്ട. എന്താ സാർ, ഞാനൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 2 ഹീറോയും ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി പോലാണ് ഒരു ക്യാരക്ടർ കിഷോറാണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഓഫർ തന്നു. പക്ഷേ അപ്പോൾ ഞാനതുകൊണ്ട് വേറെ ഒന്ന് കമ്മിറ്റ് ചെയ്യാതിരുന്നു. കുറേ കഴിഞ്ഞിട്ട് പുള്ളിയെ വിളിച്ച് പറഞ്ഞു, ഞാൻ എഴുതിയിട്ട് അങ്ങോട്ട് നീങ്ങുന്നില്ല, അതൊരു കണ്ണൂർ ബേസ്ഡ് ഒരു ലവ് സ്റ്റോറി മറ്റായിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പം അത് നടന്നില്ല. അപ്പോൾ ഇങ്ങനെ 2 റിഗ്രറ്റുകൾ എനിക്ക് ലൈഫിലുണ്ട്. പക്ഷേ എനിക്ക് നല്ല വേഷങ്ങൾ ഇടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും പോയിട്ട് ചാൻസ് ചോദിക്കില്ല. അപ്പോൾ എന്നെ അറിയാവുന്നല്ല, എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള ആൾക്കാരാണ് എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സാറിനോട് പറയും, സാർ എനിക്കൊരു വലിയ മോശം ക്വാളിറ്റി ഉണ്ട്, ഞാൻ ആരോടും ചോദിക്കില്ല. എന്നോട് അദ്ദേഹം മാത്രം പറഞ്ഞതൊരു അതൊരു മോശം ക്വാളിറ്റി ഒന്നുമല്ല. കാരണം ഞാൻ എൻ്റെ കഥാപാത്രങ്ങളെ തേടി ചെല്ലുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരെ അല്ല കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു മോശം ക്വാളിറ്റി അല്ല. ബട്ട് ജനറലൈസ്ഡ് ആയിട്ടാണെങ്കിൽ ഞാൻ ആരെയും കാണാത്തത് കൊണ്ട് പോയി ചോദിക്കാതെ എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് സിനിമയിൽ തന്നെ. ഇപ്പം ഞാൻ വിചാരിക്കും അവർ സിനിമയും എനിക്കൊരു വേഷം തരുമായിരിക്കും. അപ്പോൾ നമ്മളങ്ങോട്ട് ചോദിക്കുമ്പോഴത്തേക്കൊരു എനിക്ക് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടാണത് കൂട്ടിക്കുക. മേ ബി എൻ്റെ എന്തെങ്കിലും എനിക്ക് എൻ്റെ ഒരു എക്സസൈസ് നമുക്ക് മനസ്സിലാക്കാം. കുറെ ചെറിയ ചെറിയ വിഷമങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ചില പ്രതീക്ഷകൾ നമ്മളെ കാത്തിരിക്കുന്നു. ഞാൻ വളരെ സന്തോഷമാണ്. കാരണം എനിക്കൊരു ടെലിവിഷനിലേക്ക് അഡ്രസ്സ് തന്നിട്ടുണ്ട്, എനിക്ക് അതുപോലെ ഇപ്പോൾ ടെലിവിഷനിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം the way I am so happy. ഇനി രശ്മിയുടെ ജീവിതത്തിൽ രശ്മി ഭയങ്കര കൂട്ടുകൂടാനും അല്ലെങ്കിൽ പുറത്ത് ഷോപ്പിങ്ങിന് പോകാനും ഭക്ഷണം കഴിക്കാനും ഭക്ഷണം തയ്യാറാക്കുവാനും കുക്കിങ്ങിലും ഒക്കെ ഭയങ്കര സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. ഭയങ്കരമായിട്ട് ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇത്രയും എൻജോയ് ചെയ്യുന്ന ഒരാളുടെ ഇനിയുള്ള ജീവിതത്തിലെ മുന്നോട്ടുള്ള ലൈഫിനെ പറ്റി രശ്മിക്ക് പറയാൻ എന്ത് തോന്നുന്നു? ഇനി മുന്നോട്ടുള്ള ലൈഫ് വീട്ടിലെ വിളിപ്പേര് തന്നെ ചക്കരക്കുട്ടി എന്നല്ലേ? ചക്കരയെന്നല്ലേ വിളിക്കുന്ന? എന്താ ചക്കരയൊന്നുമില്ല, ചക്ക എന്നാണ്. മഴവിൽ മനോരമയിൽ ഒരു പുതിയ പ്രോജക്റ്റ്, ഒരു സീരിയൽ ഇനി ചെയ്യുന്നുണ്ട്. ശിവമോഹൻ തമ്പി സാറിന്റെ ആണ് ഡയറക്ഷൻ. എന്തായാലും ജീവിതത്തിൽ നല്ല നല്ല സന്ദർഭങ്ങൾ, നല്ല നല്ല നിമിഷങ്ങൾ ഇനി ഇതുവരെയും രശ്മിക്ക് ജീവിതത്തിൽ കിട്ടാത്ത ചിലപ്പോൾ ഭയങ്കര വലിയ സന്തോഷങ്ങൾ എന്തൊക്കെയോ രശ്മിയെ കാത്തിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നടക്കട്ടെ. ഗുരുവായൂരപ്പന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലെ രശ്മിയുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമുക്കൊരു നല്ലൊരു കേട് കൂടി ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കിഷോറിന് ഇപ്പോൾ ഇനി തിരിച്ച് FM-ലോട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടോ? അതെയോ വീണ്ടും ശക്തമായി സിനിമയിൽ വരികയാണോ? അതെയോ ആങ്കറിങ് സ്റ്റേജ് ഷോസ്? ഇല്ല, റേഡിയോ അത് കഴിഞ്ഞു പോരുന്നു. പിന്നെ അതിനൊരു പ്ലാനൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു പുതിയ പ്രോജക്റ്റ് വേറൊരു ചാനലിൽ ഒരു പുതിയൊരു സീരിയൽ ഇമ്മീഡിയറ്റ് വരാനുണ്ട്. അതാണ് ഇപ്പോൾ കറന്റ് പ്രോജക്റ്റ്. ഒരു സന്തോഷകരമായ കാര്യം ഞങ്ങൾ അറിഞ്ഞത്, ഇനി ആരും നുണ പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല, അമിതാഭ് ബച്ചൻ്റെ അടുത്ത് പോയിരുന്നു ഭക്ഷണം കഴിച്ചെന്നോ, പുള്ളി അറിയാണ്ട് ഭക്ഷണം കഴിച്ചതാണോ, അതെയോ പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളിയുടെ സംഭവത്തോടു കൂടി കഴിച്ചതാണോ? എന്തായിരുന്നു ആ സംഭവം? ഞാൻ ദുബായിൽ കുറേ ആൾ റേഡിയോയിൽ വർക്ക് ചെയ്തു. അപ്പോൾ അത് വെച്ചാൽ അവിടുത്തെ ഒരു വലിയ പോപ്പുലർ റേഡിയോ ആയിരുന്നു. ഏഷ്യൻ ഷോസ് ഒരുപാട് 3 സ്റ്റേഷനുണ്ട്, ഹിന്ദി, മലയാളം, അറബിക്. അപ്പോൾ അതിൽ ഇവൻ നമ്മൾ കാണ്ടെ എന്ന് പറയുന്ന ഫിലിമിനെ പ്രൊമോഷൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു സെഷനിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു കോമ്പറ്റീഷൻ വെച്ചിരുന്നു നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി. അപ്പോൾ അതിൽ കുറേ ആളുകൾക്ക് 1000 പേർക്ക് ഫ്രീ ടിക്കറ്റ് അങ്ങനെയൊക്കെ വെച്ചിട്ട് കുറച്ച് ഡിന്നറും വെച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന് കൂടെ ഭക്ഷണം കഴിക്കാൻ എനിക്കൊരു ഭാഗ്യമുണ്ട്. അല്ല, അതൊരു നല്ല ഫേസ് ആയിരുന്നു. കാരണം ആ റേഡിയോ പോപ്പുലർ ആയിരുന്നുകൊണ്ട് ഞാനിവിടുന്ന് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അത് കളഞ്ഞിട്ടാണ് വെളിയിലോട്ട് പോകുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോഴും നമുക്കൊരിക്കലും സിനിമ വിട്ടിട്ട് പോയി എന്നൊരു ഫീലില്ല. കാരണം എപ്പോഴും മലയാള സിനിമയിലുള്ളവരെ, ഇപ്പം മമ്മൂക്കാണ്, അല്ലെങ്കിൽ ലാലേട്ടൻ, ഇതുപോലുള്ള ആൾക്കാരെ എല്ലാവരെയും, അതുപോലെ
ഈ ഇന്ത്യൻ സിനിമയിൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുമായിട്ടും കാണാനും അങ്ങനെ പല ഇൻട്രാക്ഷൻ ഉള്ളപ്പോൾ നമ്മൾ സിനിമയിൽ തന്നെയാണെന്നൊരു തോന്നലുണ്ട്. അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ലേ? ആരുടെ ആയിരുന്നു? ഞാൻ ജോസ് തോമസിന്റെ ശരി ശരി. അദ്ദേഹത്തിന്റെ സിനിമയിലാണ് ഞാൻ വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ അടുത്ത് മായാമോഹിനി തുടങ്ങിയ എത്രയോ സിനിമകൾ അദ്ദേഹം ചെയ്തില്ലേ? അതിൽ വിളിച്ചില്ലേ? എന്നെ വിളിച്ചില്ല. അയ്യോ, എന്താ പറ്റി ജോസേട്ടാ? ജോസേട്ടൻ ഇപ്പൊ ആദ്യത്തെ ഒറ്റ സിനിമ കൊണ്ട് മതിയായി കാണും. ഏത് സിനിമ ആദ്യം ചെയ്തത്? ഫെസ്റ്റിവൽ. അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ അതാണ് എൻ്റെ ആദ്യത്തെ പടം. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ജോസേട്ടൻ ദുബായ് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ സാഹസത്തിന് മുതിർന്നത്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. രശ്മിക്ക് ഇതേപോലെ മറക്കാനാവാത്ത ഇപ്പൊ അമിതാഭ് ബച്ചന്റെ കൂടെയുള്ള ഭക്ഷണം പോലെ ചിലപ്പോൾ സിനിമ ചെയ്ത് അല്ലെങ്കിൽ സീരിയൽ ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടായിരിക്കും പല അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പറയാനുണ്ടോ? അല്ല, ഞാനൊരു കുക്കറി ഷോ ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു സ്വീറ്റ് ഉണ്ടാക്കിയിട്ട് അത് ആര് കൂടുതൽ വലിയ ആൾക്കാരൊന്നുമല്ല പറഞ്ഞത്, എൻ്റെ കസിനാണ് പറഞ്ഞത്. അപ്പോൾ അവൻ ഫുഡ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവൻ പുറത്ത് വർക്ക് ചെയ്യാണ്. അപ്പം അവൻ പറഞ്ഞു എനിക്കിത്, ഞാനപ്പോൾ അവന് കൊടുത്തു, ഈ സ്വീറ്റ് കൊടുത്തു. എല്ലാവർക്കും ഇങ്ങനെ പരീക്ഷിക്കണമല്ലോ നമ്മൾ. ഒരു ക്യാരറ്റ് ടോഫി എന്ന് പറഞ്ഞ ഐറ്റമാണ്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു ഇത് എനിക്ക് കുറച്ച് ഉണ്ടാക്കി തരുമോ കൊണ്ടുപോകാനിത്. അപ്പോൾ എനിക്കിത് ഞാനുണ്ടാക്കിയ ഒരു സാധനത്തിന് ഇത്രയും വലിയ, കാരണം അമ്മയാണ് വീട്ടിലെ പുള്ളിക്ക് ആരോട് പകരം വിട്ടാനുണ്ടായിരുന്നു. അതെ, ഞാൻ വന്നെടുത്ത് എറിയും കേട്ടോ. ഇതുവരെ ഇവിടെ വന്നിട്ട് ഒരു സെലിബ്രിറ്റി ഗസ്റ്റിൽ ആരും ഒരാൾ ഒരു ഡാൻസ് പോലും കാണാണ്ട് പോകും. കിഷോർ കളിച്ചില്ലേ? കിഷോർ കളിച്ചു. പക്ഷേ രശ്മി കലാതിലകമല്ലായിരുന്നോ? കലാതിലകമായിരുന്നോ? ഞാനിപ്പോ ഡാൻസ് ചെയ്യുന്നില്ല. കലാതിലകമായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും അല്ല രശ്മിക്ക് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് നമ്പർ വേണമെന്നൊന്നുമില്ല. ഞാൻ സിനിമാറ്റിക് ചെയ്യാറില്ല. സിനിമ ഞാൻ ക്ലാസ് ഭരതനാട്യമാണോ? ഭരതനാട്യമല്ല. ഞാനിപ്പോ ഞാൻ പ്രിപ്പയർഡ് അല്ല. ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോച്ചിപ്പെടുത്തും. എന്നെ ഹെൽപ്പ് ചെയ്യൂ റിമി. എന്താ ഇപ്പൊ ചെയ്യാൻ പോണേ? സർപ്രൈസ് ആണ്. എന്തായാലും നമ്മൾ ഫാസ്റ്റ് നമ്പർ പാടി അടിച്ചുപൊളി പാട്ടിലൂടെ അല്ല ഇപ്രാവശ്യം നിർത്താൻ പോകുന്നത്. ഒരു എന്തോ സംതിങ് രശ്മി സോമൻ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ നിർത്താൻ പോകുന്നത്. താങ്ക് യു സോ മച്ച് കിഷോർ സത്യ ആൻഡ് രശ്മി സോമൻ. താങ്ക് യു സോ മച്ച്. ഒരു ഭയങ്കര താരാട്ടൻ്റെ മാതൃത്വം തുളുമ്പുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി നമ്മൾ സ്പെഷ്യലായിട്ട് ഈ ഗാനം സമർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞ മനോഹരമായ നല്ലൊരു എപ്പിസോഡ് നമുക്ക് സമ്മാനിച്ച കിഷോർ സത്യയ്ക്കും രശ്മി സോമനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ സമർപ്പിച്ചുകൊണ്ട് താൽക്കാലികമായി വൈൻഡപ്പ് ചെയ്യുന്നു. അതുവരേക്കും നന്ദി, നമസ്കാരം. അടുത്ത ഞായറാഴ്ച കാണാം. അതുവരേക്കും ബൈ ബൈ.